അധികാരം ബി.ജെ.പിയുടെ തട്ടിലാണെങ്കിൽ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകാറുള്ളൂ. അത് നരേന്ദ്രമോദിയുടെ പേര് തന്നെയാണ്. 2014 ശേഷം ഇപ്പോൾ 2025 എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടരുന്നതും ബി.ജെ.പി അന്നും ഇന്നും ഐക്കണായി കാണുന്നത് നരേന്ദ്രമോദിയെ ആണ് എന്ന ഒറ്റ കാരണത്താൽ തന്നെയാണ്. പലപ്പോഴും പലയിടങ്ങളിലും പ്രത്യേകിച്ചും കേരളത്തിൽ പോലും പല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി.ജെ.പി കളത്തിലിറങ്ങുന്നതും നരേന്ദ്രമോദിയെ തന്നെയാണ്. പല തന്ത്രങ്ങളും പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് മോദിയുടെ ആശയങ്ങൾ എന്ന രീതിയിലാണ്, മോദിയുടെ ഗ്യാരണ്ടികൾ എന്ന രീതിയിലാണ്. അതായത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരൊറ്റ ഐക്കൺ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കും. എന്നാൽ നാളിതുവരെയായിട്ടും ആ ഐക്കണിന് യാതൊരു തരത്തിലുള്ള മങ്ങലുമേറ്റിട്ടില്ല. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള വിജയം സംഭവിക്കുകയാണ് എങ്കിൽ പോലും അപ്പോഴും ബി.ജെ.പിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് തന്നെ ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അത്ര കണ്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുക തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ശേഷം ആരാകണം ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന വിഷയത്തിൽ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ സർവേയിൽ പുറത്തു വന്ന ചില വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ സർവേയിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആരാകണം പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ, അതായത് 26.8% ആളുകൾ അമിത്ഷായെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 25.3%-വുമായും തൊട്ടുപുറകിൽ തന്നെയുണ്ട്. സർവേയിൽ പലപ്പോഴും ഇവർ തമ്മിലുള്ള മത്സരം ഒപ്പത്തിന് ഒപ്പം തന്നെയായിരുന്നു. മറ്റുള്ളവരുടെ നില പരിശോധിക്കുമ്പോൾ നിതിൻ ഗഡ്കരിക്ക് ലഭിച്ചത് 14.6%, രാജ്നാഥ് സിംഗിന് 5.5%, ശിവരാജ് സിംഗിന് 3.2%. നാളിതുവരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരെന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത 50.70 ആളുകളും നരേന്ദ്രമോദിക്കാണ് വോട്ട് നൽകിയത്. 13.6% ആളുകളും മൻമോഹൻ സിംഗിനും, 11.8% ആളുകൾ അടൽ ബിഹാരി വാജ്പേയിക്കും, 10.3% ആളുകൾ ഇന്ദിരാഗാന്ധിക്കുമാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളിലെ നില എന്ന ചോദ്യത്തിന് ബി.ജെ.പി 281 സീറ്റുകളും കോൺഗ്രസ് 78 സീറ്റുകളും നേടുമെന്നാണ് ആളുകൾ വിലയിരുത്തിയിരുന്നത്. അടുത്തിടെ നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളിലെ ബി.ജെ.പിയുടെ വിജയം ഇന്ത്യ മുന്നണിയെ ആകമാനം ഉലച്ചിട്ടുമുണ്ട്. മാത്രമല്ല 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ ടുഡേയുടെ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പുറത്തു വന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് മികച്ച വിജയം നേടാനാകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും എൻ.ഡി.എ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് 188 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 9 ഇടയിലാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളിലാണ് സർവേ നടത്തിയിരുന്നത്. 272 ലോക്സഭയിലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2024 292 സീറ്റ് നേടിയാണ് എൻ.ഡി.എ അധികാരത്തിലെത്തിയത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ ജെ.ഡി.യുവും ടി.ഡി.പിയും പിടിച്ച സീറ്റുകളാണ് നിർണായകമായത്. ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ എൻ.ഡി.എയുടെ വോട്ട് വിഹിതം 3% വർദ്ധിച്ച് 47% ഉയരും. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധന മാത്രമേ ഉണ്ടാകൂ. ഇത് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്നത് സർവേ പ്രവചിക്കുന്നുമുണ്ട്. ബി.ജെ.പിക്ക് മാത്രമായി 41% വോട്ടും ലഭിക്കും. വോട്ട് വിഹിതത്തിൽ 3% വർധനവാണ് ബി.ജെ.പിക്ക് ഉണ്ടാവുക. കോൺഗ്രസ് അതിൽ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നുമില്ല എന്നതാണ് പ്രശ്നമെന്നതാണ് രാഷ്ട്രീയ വിദഗ്ധ യാമിനി അയ്യർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടന തന്നെയാണെന്നും അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ 2 സർവേകളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ബി.ജെ.പിയുടെ മൈലേജ് ഏറെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് കേരളം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2025 എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായതായി കാണാൻ സാധിക്കും. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ച അടിസ്ഥാന മേഖലയിലെ വോട്ടുകൾ ഭദ്രമാക്കുക എന്നത് തന്നെയാണ് എക്കാലത്തെയും പ്രചരണ തന്ത്രം. ആ അടിസ്ഥാന തലത്തിലെ വോട്ടുകൾ സ്വായത്തമാക്കുക എന്നത് ആ സ്ഥലത്തെ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ചുമായിരിക്കും. അതായത് പൊതുവെ ഉത്തരേന്ത്യയിൽ ബി.ജെ.പി സ്വീകരിക്കുന്ന സമീപനമായിരിക്കുകയില്ല കേരളത്തിൽ സമീപിക്കുന്നത് എന്ന് സാരം. ഇതേ സമീപനമായിരിക്കുകയില്ല ഡൽഹിയിൽ സമീപിക്കുന്നത് എന്നതും നമ്മൾ കണ്ടു തന്നെ അറിഞ്ഞ വസ്തുതയാണ്. ഉത്തരേന്ത്യയിൽ എക്കാലത്തും ബി.ജെ.പിയെ സംബന്ധിച്ച് ഹിന്ദുത്വ എന്ന ആശയം തന്നെയായിരിക്കും. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ പക്ഷേ ആദ്യം ഹിന്ദുത്വ പരീക്ഷിച്ചുവെങ്കിലും വിജയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണമാണ് ലക്ഷ്യം. എന്നാൽ അതേ
അതേസമയം തന്നെ ഡൽഹിയെ സംബന്ധിച്ച് BJPയുടെ ലക്ഷ്യം അഥവാ പ്രചരണ തന്ത്രം എന്നത് മറ്റൊന്നായിരുന്നു. വികസനവും സൗജന്യ ഓഫറുകളും മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു BJP മുന്നേറിയത്. മാത്രമല്ല ബജറ്റ് എന്ന് പറയുന്ന വലിയ ഒരു ആശയം കൂടി മധ്യവർഗ വിഭാഗത്തെ സ്വാധീനിക്കാനായി BJP പയറ്റിയിരുന്നു എന്നതും കാണാൻ സാധിക്കും. എന്തു തന്നെയാണെങ്കിലും 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നത്. 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ന് വരെയായിട്ടും അദ്ദേഹത്തിന്റെ ഇമേജിന് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിലും BJPക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ആരാകണം പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷ അഭിപ്രായവും അത് നരേന്ദ്രമോദിയുടെ പേരിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം.